നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പിറകെ എല്ലാവരും പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ എല്ലാവരും മറന്നു. എന്നാൽ പോലീസ് മറന്നില്ല. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. പാലക്കാട് നിന്നാണ് രാഹുലിനെ രാത്രി 12:30 സംസ്ഥാന ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തത്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ ബലാത്സംഗ പരാതിയിലാണ് അറസ്റ്റ്. രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തു വരികയാണ്. രാഹുലിനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ ചോദ്യം ചെയ്തതിനു ശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പുതിയ പരാതിയോടെ നിലവിൽ രാഹുലിനെതിരെ 3 കേസുകളായി. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ ജനുവരി 21 വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെതിരെ 3ാം പരാതി ലഭിച്ചത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് കേസ്. ക്രൂരമായ ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് രാഹുൽ തന്നോട് നിർബന്ധിച്ചുവെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് സൂചന. പഴുതടച്ച പോലീസ് നീക്കത്തിലാണ് രാഹുൽ പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് പിടിയിലായത്. റിസപ്ഷനിലുള്ളവരുടെ ഫോൺ പിടിച്ചെടുത്ത ശേഷം മുറിയിൽ മറ്റാരുമില്ല എന്ന് ഉറപ്പാക്കി പോലീസ് നീങ്ങുകയായിരുന്നു. തുടർന്ന് 12:15 മുറിയിലെത്തി. 12:30 കസ്റ്റഡി നടപടി പൂർത്തിയാക്കി. തുടർന്ന് പുലർച്ചെയോടെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ചു. ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തു. പാലക്കാട് KPM ഹോട്ടലിലെ 2002 റൂമിൽ നിന്നാണ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇമെയിലിൽ വഴി ലഭിച്ച പുതിയ പരാതിയിലെടുത്ത കേസിലാണ് നടപടിയെന്നാണ് വിവരം. പുതിയ കേസിലും നിർബന്ധിത ഗർഭചിത്രവും ബലാത്സംഗവും ചുമത്തിയിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ഇമെയിൽ പരാതിയിൽ പത്തനംതിട്ട രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക സംഘമാണ് സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ പാലക്കാട്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ അതീവ രഹസ്യമായി കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുത്ത MLA പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ ആലത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് MLAയുടെ PA പറഞ്ഞു. എന്നാൽ MLA ആലത്തൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടില്ല എന്ന് അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പഴുതടച്ച നീക്കത്തിലൂടെ സ്റ്റാഫ് അംഗങ്ങൾ മുറിയിലില്ലാത്തപ്പോഴാണ് പോലീസ് ഹോട്ടലിൽ കയറി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. യൂണിഫോമിലെത്തിയ വനിതാ പോലീസ് അടക്കമുള്ള 8 അംഗ സംഘം MLA കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഹോട്ടലിലെത്തിയ റിസപ്ഷനിലുള്ളവരുടെ ഫോൺ പിടിച്ചെടുത്ത ശേഷമാണ് പോലീസ് റൂമിലെത്തിയത്. ഇന്നലെ രാവിലെയാണ് രാഹുൽ പാലക്കാട് എത്തിയത്. ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. രാഹുൽ പാലക്കാട് എത്തിയ അന്ന് മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് വിവരം. രാഹുലിനെതിരെ നിലവിൽ 3 ബലാത്സംഗ കേസുകളാണ് ഉള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാം ബലാത്സംഗ പരാതിയിലെ വിശദാംശങ്ങൾ പുറത്ത്. ക്രൂരമായ ബലാത്സംഗവും നിർബന്ധ ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും അടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. പത്തനംതിട്ട സ്വദേശിനി ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് പോലീസ് സംഘം രാഹുലിനെ പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്നും രാത്രി 12:30 കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്നാണ് പരാതി. ഇമെയിലിൽ ലഭിച്ച പരാതിയിൽ പരാതിക്കാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പഴുതടച്ച നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടുവെന്നും ആണ് മൊഴി. പക്ഷേ DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ല. ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹിക മാധ്യമം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിപ്പിക്കാമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകരായതിനാൽ പൊതുവിടങ്ങളിൽ കാണാനാകില്ല എന്ന് പറഞ്ഞു. ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെയും റൂം ബുക്ക് ചെയ്തു. റൂമിലെത്തിയപാടെ ഒരു വാക്ക് പോലും പറയുന്നതിന് മുൻപ് തന്നെ കടന്നാക്രമിച്ചുവെന്ന് നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമാണെന്നും പരാതിക്കാരി മൊഴിയിൽ പറയുന്നു. തന്നെ മുഖത്ത് അടിക്കുകയും തുപ്പുകയും ദേഹത്ത് പലയിടത്തും മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഓവുലേഷൻ ഡേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി. ഇതിനുശേഷം വീണ്ടും തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയാണെന്നുണ്ടായത്. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകും എന്ന് അധിക്ഷേപിച്ചു. അതിൽ മനം നൊന്താണ് DNA പരിശോധനയ്ക്കായി പോയത്. പിന്നാലെ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദമുണ്ടായി. അപമാനവും ഭീഷണികളും തന്നെ കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദത്തിൽ ആക്കിയെന്ന യുവതിയുടെ മൊഴിയിൽ പറയുന്നു.
ഏതായാലും യുവതി ഇപ്പോൾ പീഡനത്തിനിരയായ വിവരങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ ഇമെയിൽ വഴി അയച്ച പരാതിയിൽ പറയുന്നു. എല്ലാം ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും അടുത്ത പരാതിയും വെറുതെയായി. അപ്പോഴാണ് മൂന്നാം പരാതി വരുന്നത്. കരുതലോടെ പോലീസ് കരുക്കൾ നീക്കി, അങ്ങനെയാണ് അറസ്റ്റ് സാധ്യമായത്.